സഹോദരങ്ങളെ, നമ്മുടെ മൈൻഡില് നെഗറ്റീവായിട്ടുള്ള ഡിപ്രസീവായിട്ടുള്ള തോട്ട്സ്, അൺവാണ്ടഡ് തോട്ട്സ് വരുന്ന സമയത്ത് മുൾക്കിരീടം ധരിച്ച ഈശോയെക്കുറിച്ചൊന്ന് ധ്യാനിക്കണേ. ഒരിക്കലും ഈശോ എനിക്ക് പറഞ്ഞു തന്നൊരു കാര്യമാണ്, ഈ അൺവാണ്ടഡ് ആയിട്ടുള്ള തോട്ട്സ്, നെഗറ്റീവായിട്ടുള്ള തോട്ട്സ്, അൺനെസസറി ആയിട്ടുള്ള തോട്ട്സ്, ചിലപ്പോൾ നമ്മളൊരു ഡിസിഷനൊക്കെ എടുക്കാൻ നേരത്തെ ഇങ്ങനെ വല്ലാത്ത ചിന്തകൾ വരുന്നു, അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ ആൻസൈറ്റി വരുന്ന സമയത്ത് നമ്മുടെ മൈൻഡ്, നമ്മുടെ ബ്രെയിനിൽ, നമ്മുടെ മൈൻഡിലാണ് ഈ ബാറ്റിൽസ് എല്ലാം, ഈ കാര്യങ്ങളെല്ലാം നമ്മളിങ്ങനെ ചിന്തിച്ച് ഇങ്ങനെ പോകുന്ന സമയത്ത് ഒന്ന് പോസ് ചെയ്തിട്ട് മുൾക്കിരീടം ധരിച്ച ഈശോയെക്കുറിച്ച് നമ്മളൊന്ന് ധ്യാനിക്കണം. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തില് 53-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ഈശോ നമ്മുടെ അകൃത്യങ്ങൾ ഏറ്റെടുത്ത്, ഹി വാസ് വൂണ്ടഡ് ഫോർ അവർ ട്രാൻസ്ഗ്രഷൻസ്. ഈശോ സഹിച്ച ഓരോ സഹനങ്ങളും അത് ആർക്കു വേണ്ടിയാ? നിനക്കും എനിക്കും വേണ്ടിയാ, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാ. സ്വർഗത്തിന്റെ രാജാവാകുന്നവൻ, സകലത്തെ അടക്കി വാഴുന്നവൻ ഈ ഭൂമിയിലേക്ക് വന്നത് നിനക്കും എനിക്കും വേണ്ടിയാണ്. ഈശോയുടെ ശിരസിൽ മുൾക്കിരീടം ധരിച്ചത്, ഈശോ ആ മുൾക്കിരീടം ധരിച്ച് നിൽക്കുന്ന ആ കാര്യം നമ്മളൊന്ന് മനസ്സിൽ കാണണം. അല്ലെങ്കിൽ അതിന്റെ ഒരു പിക്ചർ ഉണ്ടെങ്കിൽ ആ പിക്ചർ എടുത്ത് വീട്ടിൽ എവിടെയെങ്കിലും ഒട്ടിച്ചു വെക്കണം. ഞാൻ എന്റെ വാളറ്റിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇടയ്ക്ക് നമ്മളിങ്ങനെ അൺവാണ്ടഡ് തോട്ട്സ് വരുന്ന സമയത്ത് ഈ മുൾക്കിരീടം ധരിച്ച ഈശോയെ കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ ഇങ്ങനെ കാണും. നമ്മൾ കാണണം, ഈശോ എന്റെ മനസ്സിലെ ഈ ചിന്താകുലത്തെ, എന്റെ മൈൻഡ് ഇപ്പോൾ ബാറ്റിൽ ചെയ്യുന്ന എല്ലാ കാര്യത്തെയും എന്റെ ഈശോ അന്ന് ഏറ്റെടുത്തത്. ആ സമയത്ത് ഇൻസ്റ്റന്റേനിയസ്ലി പരിശുദ്ധാത്മാവിന്റെ വലിയൊരു അഭിഷേകം അനുഭവിക്കാൻ ഇടയായിത്തീരും. ഈ പീസ് ഓഫ് മൈൻഡ് എന്നുള്ളത് പരിശുദ്ധാത്മാവിന്റെ ഗിഫ്റ്റാണ്. സമാധാനത്തിലായിരിക്കുക എന്നുള്ളത് പരിശുദ്ധാത്മാവ് തരുന്ന ഒരു ഗിഫ്റ്റാണ്. അപ്പൊ നമ്മൾ തിരിച്ചറിവോടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ്, അതായത് എന്റെ ഈശോ മുൾക്കിരീടം ധരിച്ച സമയത്ത് എന്റെ മനസ്സിലൂടെ ഇന്ന് കടന്നു പോകുന്ന ഈ അൺവാണ്ടഡ് തോട്ട്സിനെ എല്ലാം ഈശോയെ അങ്ങ് മുൾക്കിരീടം ധരിച്ച നിമിഷം അങ്ങയുടെ മുൾക്കിരീടത്തിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈശോയുടെ ആ തിരുരക്തത്തിന്റെ വലിയൊരു ആവരണം നമ്മളെ ഇങ്ങനെ ചുറ്റി വലയം ചെയ്ത് നിൽക്കുന്നത്, ഇൻസ്റ്റന്റേനിയസ്ലി നമ്മുടെ ഉള്ളിൽ നിന്ന് ആ ഭാരം വിട്ടുപോകുന്നത് നമുക്ക് കാണാനിടയായി. മാത്രമല്ല, നമുക്ക് ക്ലിയർ മൈൻഡോടുകൂടി നമുക്ക് മുൻപോട്ട് പോകാൻ പറ്റും. ചിലപ്പം ഈ കണ്ടമാനം നമ്മളിങ്ങനെ റോങ് തോട്ട്സ് മൈൻഡിലോട്ട് വരുമ്പോഴാണ് നമുക്കൊരു ഡിസിഷൻ എടുക്കുമ്പോഴും നമ്മൾ എടുക്കുന്ന സ്റ്റെപ്പ് റോങ് ആയി പോകുന്നത്. അപ്പൊ ആ ഒരു പീസ് ഓഫ് മൈൻഡിൽ നിന്ന് നമുക്ക് മുൻപോട്ട് പോകുവാൻ മുൾക്കിരീടം ധരിച്ച നമ്മുടെ ഭാരങ്ങളെ, നമ്മുടെ ചിന്താഭാരങ്ങളെ ഏറ്റെടുത്ത ഈശോ, ചിന്തയൊക്കെ എവിടെയാ? ഹെഡിനകത്ത് അല്ലെ? ചിന്തകൾ മുഴുവനും ഈശോയുടെ ഹെഡ്, ഈശോയുടെ തലയിൽ ആ മുൾക്കിരീടം ധരിപ്പിച്ച സമയത്ത്, ആ മുള്ളുകൾ കുത്തി ഇറങ്ങുന്ന സമയത്ത് അതിദാരുണമായ വേദനയിലൂടെ ഈശോ കടന്നു പോയപ്പോൾ നീ ഞാനുമായിരുന്നു ഈശോയുടെ ഉള്ളില്. ആ വേദന ഈശോ ഏറ്റെടുത്തത് നിനക്കും എനിക്കും വേണ്ടിയാണ്. അപ്പൊ ഇന്നേ ദിവസം പ്രിയ സഹോദരങ്ങളെ, എല്ലാ ചിന്താഭാരങ്ങളെയും മുൾക്കിരീടം ധരിച്ച ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. ഈശോ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ വലിയൊരു അഭിഷേകത്തിനാൽ കർത്താവേ, ഈ ഒരു സന്ദേശം ഇന്ന് കേൾക്കുന്ന ഞങ്ങൾ ഓരോരുത്തരിലേക്കും, ഓരോ മക്കളിലേക്കും ഈശോയുടെ ആത്മാവിന്റെ ദിവ്യമായ ഒരു സാന്ത്വനം, സ്പർശനം, ഞങ്ങളുടെ ചിന്താഭാരങ്ങളെ ഏറ്റെടുത്തുകൊണ്ട്, എടുത്തു മാറ്റിക്കൊണ്ട് വലിയൊരു സ്വാതന്ത്ര്യം ആത്മാവിന്റെ അഭിഷേകത്തിൽ ഈശോ ഞങ്ങളിലേക്ക് പകരുന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. ആവേ മരിയ.